നിങ്ങൾക്കൊന്ന് ഫോർ പ്ലേ ചെയ്താൽ എന്താ മനുഷ്യ? എനിക്ക് വയ്യ ഇങ്ങനെ ശവം പോലെ കിടന്നു തരാൻ. ഞാനിങ്ങനെ കിടന്നു തന്നാൽ നിങ്ങളുടെ പണി എളുപ്പം കഴിയുമല്ലോ. പുച്ഛത്തോടെ ഷാരി ഭർത്താവിനെ തൻ്റെ മീത്തു നിന്നും തള്ളി മാറ്റി. ഞാൻ എന്തൊക്കെ ചെയ്താലും ഇതൊന്നും പോരെന്നാണല്ലോ നിന്റെ പരാതി. നിനക്ക് മൂഡ് തോന്നാൻ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറയ്. എങ്ങനെയെങ്കിലും കാര്യം കഴിഞ്ഞ് കിടക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു മാധവൻ. ഓ, ഇനി അത് ഞാൻ തന്നെ പറയണമായിരിക്കും. ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യാൻ വയ്യാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും നീ അങ്ങ് മല മറിക്കുവാണെന്ന്. ഈയിടെയായി എന്നെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹം പോലെ നീയൊന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങോട്ട് താല്പര്യം കാണിച്ച് വരാറുണ്ടോ? ഞാൻ മുൻകൈ എടുത്ത് വരുമ്പോൾ ഓരോന്നും പറഞ്ഞെന്നെ വെറുപ്പിക്കും. നീ കൂടി സഹകരിച്ചാൽ നിന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്കും തോന്നൂ. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടിപ്പോൾ 2 മാസമായി. നിങ്ങളെപ്പോലെ കഴപ്പ് മൂത്ത് നടക്കല്ല ഞാൻ. ആവശ്യം നിങ്ങളുടെയല്ലേ? അപ്പം നിങ്ങളല്ലേ മുൻകൈ എടുക്കേണ്ടത്? അതിന് പറ്റാത്തവർ ഇതിന് നിൽക്കണ്ട. എനിക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം. പുതപ്പ് തലവഴി മൂടി ഷാരി തിരിഞ്ഞു കിടന്നു. നാശം, നിനക്കിപ്പോൾ ഇതൊരു ശീലമായി. എൻ്റെ സമനില തെറ്റുന്നതെന്ന് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമർഷത്തോടെ പിറുപിറുത്തുകൊണ്ട് മാധവൻ ഫോണുമായി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. അയാൾ പോയതും ഷാരി ഫോണിൽ ആർക്കോ മെസ്സേജ് അയച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് മാധവൻ പുറത്തേക്ക് വന്ന് ടേബിൾ കൊണ്ടുവന്ന് വെച്ച ജഗ്ഗിൽ നിന്ന് പകുതിയോളം വെള്ളം കുടിച്ചിട്ട് കട്ടിൽ കയറി കിടന്നു. കിടന്ന് കുറച്ചു സമയം കഴിഞ്ഞതും അയാൾ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. മാധവൻ ഉറങ്ങിയെന്ന് ഉറപ്പായതും ഷാരി എഴുന്നേറ്റ് അടുത്ത റൂമിലേക്ക് പോയി. അവിടെ അവളുടെ വരവും കാത്തിരിക്കായിരുന്നു അയൽപ്പക്കത്തെ രമേശ്. അകത്ത് കയറിയിട്ട് അടുക്കള വാതിൽ അടച്ചില്ലേ നീയ? അവനെ കണ്ടപാടെ ഷാരി ചോദിച്ചു. ഉവ്വ. സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. എത്ര ദിവസമായി നിന്നെ ഒന്നിങ്ങനെ അടുത്ത് കിട്ടിയിട്ട്? ആക്രാന്തത്തോടെ രമേശ് അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. നിന്റെ ആക്രാന്തം കണ്ടാൽ വർഷങ്ങളായി പട്ടിണി കിടക്കുന്ന പോലെയാണ് തോന്നുക. നിന്നെ എത്ര നുകർന്നാലും മതി വരില്ല ഷാരി. വെളുത്ത് തുടുത്ത നിന്റെ ശരീരം കാണുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോവും. ഈ ഒരാഴ്ച നിന്റെ ചൂട് കിട്ടാതെ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആവേശത്തിമിർപ്പിൽ രമേശ് അവളുടെ മാക്സി ഒരു തറയിലേക്ക് എറിഞ്ഞു. ഇരുവരും പരിപൂർണ്ണ നഗ്നരായി കട്ടിൽ കിടന്ന് കെട്ടിമറിയുമ്പോൾ ഒരു ചുമരിനപ്പുറം ഷാരിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. ഭാര്യയുടെയും കാമുകന്റെയും ലീലാവിലാസങ്ങളൊന്നും അറിയാതെ അവൾ അത്താഴത്തിൽ കലർത്തി നൽകിയ ഉറക്ക ഗുളിക അയാളെ ഗാഢമായ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. മാധവന്റെയും ഷാരിയുടെയും കല്യാണം കഴിഞ്ഞ് കൊല്ലം 10ആയി. 18-ാം വയസ്സിലായിരുന്നു 15 വയസ്സിന് മൂപ്പുള്ള മാധവനുമായി വീട്ടുകാർ അവളുടെ കെട്ട് നടത്തിയത്. ഇരുവർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നിട്ട് കൂടി കുട്ടികളൊന്നും ഉണ്ടായില്ല. മാധവന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. ഉള്ളൊരു ചേച്ചി ഭർത്താവിനൊപ്പം ഗൾഫിലാണ്. പാരമ്പര്യമായി നല്ല ഭൂസ്വത്തുക്കൾ ഉള്ളവരാണ് മാധവൻ. ഷാരി ഒരു പാവപ്പെട്ട വീട്ടിലെ മൂത്ത പെൺകുട്ടിയും. ബാധ്യത ഒഴിവാക്കും പോലെയാണ് അവർ മകളെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തത്. മാധവൻ ടൗണിൽ ഒരു തുണിക്കട നടത്തുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ അവിടെയായിരിക്കും. രാത്രി 8 മണിക്കാണ് ഷോപ്പ് പൂട്ടി അയാൾ വീട്ടിലെത്തുന്നത്. നിന്റെ ഭർത്താവ് എണ്ണീക്കോടി? രമേശ് ചോദിച്ചു. അങ്ങേർക്കിനി രാവിലെ ബോധം വരും. എനിക്ക് വെളുപ്പിനെ 3 മണിക്ക് ഓട്ടോ ഉണ്ട്. നിന്റെ കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാ ഉറങ്ങാൻ കിട്ടിയ നേരം നോക്കി ഇങ്ങോട്ട് വന്നത്. ഒരാഴ്ചയായി നിന്നെ കാണാത്തോണ്ട് എനിക്കും എന്തോ പോലെയായിരുന്നു. ഇന്ന് അയാൾ കൊഞ്ചിക്കൊഴിഞ്ഞ് അടുത്ത് വന്നതാ. ഞാൻ ഓടിച്ചു വിട്ടു. എനിക്ക് സുഖം തരാൻ നീയുള്ളപ്പോൾ ആ കിളവനെ ആർക്ക് വേണം? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അയാളോട് കാണിക്കുന്നത് ചതിയല്ലേ ഷാരി? 2 വർഷമായി നീ ഞാനുമായി ബന്ധത്തിലായിട്ട് എന്തെങ്കിലും നിന്റെ ഭർത്താവ് അറിഞ്ഞ് പ്രശ്നമായാൽ ഞാൻ നിന്നെ കെട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ കെട്ടുകയൊന്നും വേണ്ട. അയാൾ ഇതൊന്നും ഒരിക്കലും അറിയാൻ പോണില്ല. പിന്നെ ഞാനല്ല, അങ്ങേരാണ് ആദ്യം എന്നെ വന്ദിച്ചത്. അതുകൊണ്ടല്ല ഇക്കാര്യത്തിൽ എനിക്ക് കുറ്റബോധമില്ല. അവന്റെ നെഞ്ചിൽ തളർന്നു കിടക്കുമ്പോഴും വീറോടെ ഷാരി പറഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ചത്? അങ്ങേർക്ക് കടയിൽ നിൽക്കുന്ന മിക്ക പെണ്ണുങ്ങളുമായും ബന്ധമുണ്ട്. സ്റ്റോക്ക് എടുക്കാനെന്ന പേരിൽ ഏതെങ്കിലും പെണ്ണിനെയും കൊണ്ട് ഇടയ്ക്കിടെ നാട് ചുറ്റാനും ഹോട്ടൽ റൂം എടുക്കാനും പോവാറുണ്ട്. എന്നെ കെട്ടിയ കാലം മുതലുള്ള അവിഹിതമാണ്. ഞാൻ അറിഞ്ഞത് 2 കൊല്ലം മുൻപാ. ഒരിക്കൽ അബദ്ധത്തിൽ അയാളുടെ ഫോണിൽ ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ കൂടെയുള്ള വീഡിയോയും ഫോട്ടോയും ചാറ്റും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ തെളിവായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബന്ധം അയാൾ അറിഞ്ഞാൽ തിരിച്ചു പ്രയോഗിക്കാൻ ഒരായുധം. അതുകൊണ്ട് ഇതിൽ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. എന്നെ ചതിച്ചവനെ ഞാനും ചതിച്ചു. അല്ലെങ്കിലും അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിന്റെ ഉശിരൊന്നും അയാൾക്കില്ല. വയസ്സായില്ലേ? അങ്ങേരെ തീർക്കാൻ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് വരും. വെറുപ്പോടെ അവൾ പറഞ്ഞു. നീയാള് കൊള്ളാലോ എൻ്റെ ഷാരി. എനിക്കെന്തായാലും ഇവിടം വിട്ടൊരു ജീവിതമില്ല. അങ്ങേര് പല പെണ്ണുങ്ങളിൽ സുഖം കണ്ടെത്തുന്നു. ഞാൻ നിന്നെ മാത്രമേ വിളിച്ച് കയറ്റിയിട്ടുള്ളൂ. നിനക്കെന്നെ മടുക്കുന്നത് വരെ ഇങ്ങോട്ട് വരാം. എനിക്കും അയാളിൽ നിന്നും കിട്ടാത്ത സുഖം നിന്റേന്ന് കിട്ടും. അത് തന്നെ ധാരാളം. നിന്നെ അങ്ങനെ മടുക്കുവോ? നീ എൻ്റെ പൊന്നല്ലേ ഷാരി. അവളെ കെട്ടിപ്പിടിച്ച് അടുത്ത അംഗത്തിനായി അവൻ ബെഡിലേക്ക് മറിഞ്ഞു. ഭർത്താവിന്റെ അവിഹിതം കണ്ടുപിടിച്ച ഭാര്യയെ കണ്ടെത്തിയതും അവിഹിതം തന്നെ. അതും അയൽപ്പക്കത്തെ യുവാവായ ഡ്രൈവർ രമേശിനെ. എന്തായാലും തനിക്കടിച്ച ലോട്ടറി അവൻ നന്നായി തന്നെ ഉപയോഗിച്ചു. ചതിക്ക് പകരം ചതിയായിരുന്നു ഷാരിയുടെയും പോളിസി. അല്ലെങ്കിലും കിളവനായ ഭർത്താവിനെ ചെറുപ്പക്കാരിയായ അവളും
മടുത്തിരുന്നു എന്ന് വേണം പറയാൻ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്